ആര്യ ചേച്ചി, ഓ ഏത് റൗണ്ട് ആയിരിക്കും വരാൻ പോകുന്നത്? പെർഫോമൻസ് യെസ്, പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റൗണ്ട് ആണ്. നമ്മൾ ഡാൻസ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഓ ആരാണെന്ന് അറിയാമോ? ദിയക്കുട്ടിയാണ്. യെസ്, ദിയക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഇത് തയ്പ്പിച്ചതാണോ ഈ ഉടുപ്പ്? അതെ. ഇതാരും ഡിസൈൻ ആയിരുന്നു? അത് അമ്മ പറഞ്ഞു കൊടുത്താണ്. ആ ഒരു വീഡിയോ സോങ്ങിലാണ്. ആ വീഡിയോ സോങ്ങിൽ അങ്ങനെയാ. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാട്ടോ. നിശാഗന്ധി പൂത്തുലഞ്ഞു, അതെ, നിലാവിന്റെ കൂടൊരുങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? സംഗമോത്സവം. ആ അതെ അതെ അതെ. ആരോടാണ് ഇത് പറയുന്നത്? ദിൽറുബേനോട്. ആ, ദിൽറുബയോട്. അപ്പോ ദിൽറുബ എന്ന് പറയുന്നത് പ്രണയിനിയാണ് അല്ലെ? തിരിച്ചു പറയുന്നത് ബാദുഷ അല്ലെ? രണ്ടുപേരുടെ ഒരു സംഗമോത്സവമാണ് ഈ പാട്ടത്തെ. സൂപ്പർ പാട്ടാണ്, യെസ്, പക്ഷേ ഭയങ്കര ടഫുമാണ്. യെസ്, പക്ഷേ പാടുന്നത് ദിയക്കുട്ടിയാണ്. പാടുന്നത് ദിയക്കുട്ടി ആയതുകൊണ്ട് അതുകൊണ്ട് കുട്ടച്ചനെ പകുതി ദൂരം കയറ്റിയിട്ടുണ്ട്. പകുതി ദൂരം. മഴ വെച്ചാ മതി. ഓക്കെ, അധികം ദൂരം കയറുന്ന ഇത് വലിയ പ്രഷർ ആയാലും ഇങ്ങനെ നിൽക്കുക കുട്ടച്ചൻ കുട്ടച്ചൻ. ഇങ്ങനെ. അതെ, മഴ പെയ്പ്പിക്കാനായിട്ട്. ഇങ്ങടാണോ എന്നറിയില്ലല്ലോ കുട്ടച്ചൻ, അവന്റെ അവിടെ നടുക്ക്. ദിയക്കുട്ടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ് കേട്ടോ. അതെ, ദിയക്കുട്ടി ഓരോ പേടിയാന്നുണ്ട് അത് കേൾക്കുമ്പോ. പ്രഷർ കൂടിയിട്ടേ അവളിങ്ങനെ വലിയ കഷ്ടമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്നോട് ശരിക്കും ഓരോ പ്രാവശ്യം വരുമ്പോഴേ ദിയക്കുട്ടി വരുമ്പോ there is going to be something special. അതെ, there is no doubt about it. യെസ്, അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവണം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതെ അതെ അതെ. ദിയക്കുട്ടി, എന്തോ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ മൂവിയിലെ വിദ്യാസാഗർ, നമ്മുടെ സ്വന്തം വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്കിൽ നമ്മുടെ ഫേവറേറ്റ് ഹരിഹരൻ സാറും നമ്മുടെ ഫേവറേറ്റ് ചിത്രാമ്മയും കൂടെ പാടിയ ഓ ദിൽ റുബ എന്ന് പറഞ്ഞ പാട്ട്, കൈതുപ്രൻ സാറിന്റെ വരികൾ, 1996 മൂവി അല്ലേ? കറക്റ്റ് അല്ലേ എല്ലാം പറഞ്ഞേ? ഈ സിനിമയുടെ ഡയറക്ടർ കമൽ സാറാണ്. സൂപ്പർ സിനിമയാണ്. യെസ്, നന്നായിട്ട് പാടണേ. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു.
അരേ വാ. My God, ശ്യാമേ കലക്കി. it was extraordinary. ടോപ്പ് ബാൻഡ്. സൂപ്പർ top സൂപ്പർ. band. ദിയക്കുട്ടി യു ആർ എ സ്റ്റാർ കേട്ടോ. മീനുടാ, എന്തോ ഫോർ ഷുവർ ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആണ്. എത്രയോ രാജ്യങ്ങളിൽ പല ഇടങ്ങളിലും എന്റെ ഈവെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള വലിയ വലിയ ആർട്ടിസ്റ്റ്, ലോകമെമ്പാടുള്ള ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഷോ മൈ ഗോഡ്, ദിസ് ഇസ് അൺബിലീവബിൾ. സൂപ്പർ സൂപ്പർ. Bigudi, you made us proud today. താങ്ക് യു സർ, താങ്ക് യു. My God. പാട്ട് ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോ ശ്യാം ചേട്ടൻ അവിടെ നിന്ന് എന്നെ വിളിച്ചടിക്കും നോക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ രോമാഞ്ചം വന്നോണ്ടേ. ശരിക്കും horripilation. Yes. അതാണ്. ഞാനും അതെ ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ പെർഫോമൻസസ് എന്നല്ലേ പറഞ്ഞ, വൺ ഓഫ് ദ അത്ഭുതങ്ങൾ. Yes. അല്ല, മധു അങ്ങനെ പറയുകയാണെങ്കിൽ ഈസി അല്ല കേട്ടോ. കാരണം സ്ഥിരം പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, പല പല രാജ്യങ്ങളിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മ്യൂസീഷ്യൻസ് അവരൊക്കെ പെർഫോം ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ദിയക്കുട്ടിയുടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തൊരു വിനയാന്ന് നോക്കിയേ. കണ്ടോ? അല്ല, സത്യമാണ്. അല്ല, ശരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ഭാവിയിലെ തിരക്കുള്ള ഗായികയാണ്. ഇപ്പൊ തന്നെ ചേട്ടാ, book ചെയ്ത് വിദ്യാസാഗർ സാറിന് എന്തായാലും കേൾപ്പിച്ചു ഉറപ്പായിട്ടും. കൊടുക്കണം. Yes. You have to വിദ്യാർത്ഥിയുടെ send it to me. വിദ്യാർത്ഥി പറയുന്നുണ്ട്, ഇത് വീഡിയോ ഞാൻ അയച്ചു കൊടുക്കണം. Yes. താങ്ക് യു സർ. മധു, പ്ലീസ് നമുക്ക് വിദ്യാജി ഇത് കേൾപ്പിച്ചേ പറ്റും. കേൾപ്പിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും കേൾക്കണം. ഞാനും വിളിക്കാം വിദ്യാജിയെ. ഇങ്ങനെ ഒരു പാട്ട് കേട്ട് വിദ്യാജി കേൾക്കണം എന്ന് പറഞ്ഞു. ഈസ് എ ഗ്രേറ്റ് മാൻ. ഒരു നല്ലൊരു എന്താണ് മ്യൂസിക്കൽ ഔട്ട്ലുക്ക് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലെജൻഡറി, അതായത് ജീനിയസ് ആണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അത് മാത്രമല്ല, ഇന്നത്തെ വളരെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹരിഹരൻ സാറും ചിത്ര ചേച്ചിയും കൂടെയാണ് പാടിക്കുന്നത്. Duet. അപ്പൊ ഡ്യുവറ്റാണ്. ഈ ഡ്യുവറ്റാണ് ഒറ്റ ഒരാൾ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ഇരിക്കാൻ പോലും തോന്നുന്നില്ല. അതിനിടയ്ക്ക് ഡാൻസ് സ്റ്റെപ്സും അല്ല അതും ചെയ്യണ്ടേ. ഇത് ഓൾ ടുഗദർ ആണ്. അതൊരു ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്. അതാണ്. അതിന് ഗ്രേസ് ഉണ്ട്, അത്യാവശ്യം മൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അത് ആ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതേസമയം മ്യൂസിക്കിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. മ്യൂസിക്കിൽ കോംപ്രമൈസ് ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല, പാടുന്ന സ്റ്റൈൽ കണ്ടിട്ടില്ലേ, ഈസിയാണ്. അത് സ്ട്രെയിൻ തോന്നിപ്പിക്കില്ല നമുക്ക്. എത്ര മാത്രമല്ല, ഓരോ വാക്കുകളും എങ്ങനെയാണ്, ഓരോ മോഡുലേഷൻസ്, ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും എങ്ങനെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നൊക്കെ പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷീ വുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ് ദ കംഫർട്ടബിൾ സോൺ ഫോർ ഇറ്റ്. സബാഷാണ് കേട്ടോ, ഒരു രക്ഷയില്ല. താങ്ക് യു. ഇവിടെ ഇരിക്കാൻ പറ്റണില്ല എനിക്ക്. ആർക്കും പറ്റുന്നില്ല. അമ്മ അച്ഛനും കുറെ നേരം ഇടപെടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ബാൻഡ്, പ്രത്യേകിച്ച് നമ്മുടെ അയ്യോ, സുഷ്, my God. എല്ലാവരും കലക്കി, അടിപൊളി. അതുപോലെ MJ അങ്കിൾ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പാട്ടിനും അങ്ങനെ എനിക്കൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പാട്ട് തീരെ അറിയാത്ത ആളാ. എപ്പോഴും പെർഫോമൻസ് ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും പാട്ട് അറിയുന്ന ആൾക്കാരായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പൊ എന്നെ പോലത്തെ ഓഡിയൻസും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അറിയാം ദിയക്കുട്ടി ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പെർഫോമറുടെ ഒരു ഭയങ്കര ഗ്രേസ് അത്. അതായത് ഇവള് പാടുന്നത് ഭയങ്കര ശരിയാണെന്നും ഭയങ്കര ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അത് അങ്ങനെ തോന്നിക്കാൻ പറ്റാന്ന് പറയുന്നത് ആർക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണെന്ന്. നമ്മളൊക്കെ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ദിയക്കുട്ടിയുടെ അടുത്തത് ഭയങ്കര ഹാർട്ട് എന്ന് പറയണം തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നീ ശരിക്കും സങ്കടമാവുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി കരയരുത്, അതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്കൊരു നഷ്ടബോധമുണ്ട് ഈ പെർഫോമൻസിൽ. അതെന്താ വെച്ചാ ഇൻ കേസ്
ദീകുട്ടി ഫൈനലിലെത്തിയാൽ അവിടെ പാടേണ്ട ഒരു പാട്ടായിരുന്നു. ഈ പാട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ വജ്രായുധമാണ്. കയ്യില് വാളായിരിക്കുന്നത്. സുഷ്, ഒരുപാട് പെർഫോമൻസസ് കണ്ടിട്ടില്ലേ സുഷ് ഇത്രയും വർഷങ്ങളിലൂടെ? ഹൗ ഡു യു റേറ്റ് ദിസ് പെർഫോമൻസ്? തീർച്ചയായിട്ടും സാർ, എന്താ പറയുക, ഞങ്ങൾ റിഹേഴ്സൽ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തായിരുന്നു എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സീൻ ആയിരിക്കും വരിക എന്നുള്ള ഉറപ്പായിട്ടും. കാരണം മോൾ അത്രയും പെർഫെക്റ്റ്ലി പിച്ചിങ് ഒക്കെ ഭയങ്കര അവളെ കയ്യിലുണ്ട്. ആ പിച്ചിങ് ആ പാടുമ്പം കറക്റ്റ് പിച്ചിങ് വരാൻ വേണ്ടിയിട്ടൊക്കെ ബോഡി ലാംഗ്വേജിലുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ അങ്ങനെ ഒരു എന്തായാലും ഭയങ്കര സന്തോഷം. മോൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ഓർക്കസ്ട്ര എസ്പെഷ്യലി വയലിൻ സെഷൻസ് നമുക്കൊന്ന് എണീറ്റുന്നു കുട്ടിനെ. ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഓണറും റെസ്പെക്റ്റുമാണ് അവര് എണിച്ചു നിന്ന് കൈയടിക്കാന്നുള്ളത്. ആ സ്റ്റാൻഡിങ് ഓവേഷൻ എന്ന് പറയുന്നത് അതാണ് അൺബിലീവബിൾ ആണ്. നമുക്ക് ചേട്ടനും കൂടെ ഒന്ന് മൈക്ക് കൊടുക്കാം. ചേട്ടൻ കരയാണ് അവിടെ കുറച്ച് സമയമായി. അതൊരു സന്തോഷപരമുള്ള ഒരു സർ, ഞാന് ടോപ്പ് സിംഗറിൽ വന്നിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും എന്നെ എൻഗേജ് ആക്കുക. ഞാൻ സാധാരണ അടങ്ങി ഒതുങ്ങി, പക്ഷെ എനിക്ക് പുറക്കാതെ ഓരോ വരിയിലും എനിക്ക് എണീറ്റ് നിൽക്കണം. ഓരോ പല്ലവി കഴിയുമ്പോഴും അനുപല്ലവി കഴിയുമ്പോഴും ഓരോ വരി കഴിയുമ്പോഴും എനിക്ക് ഈ കൊച്ചെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ലെവലിലായിരുന്നു എന്റെ ചിന്ത. പിന്നെ നമ്മുടെ ശ്യാമേട്ടൻ പാടിയില്ലേ, അന്നേരക്ക് പോയി. ഒരു രക്ഷയില്ല. ദിയ അൺബിലീവബിൾ സാർ പറഞ്ഞ പോലെ. വന്ന് പാടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് സൂപ്പർ, ഇതുപോലെ തന്നെ പെർഫോം ചെയ്താ ചിന്തിക്കാൻ പറ്റുന്നു. അല്ലെ, ഫ്രാൻസ് ചേട്ടൻ എത്ര കാലങ്ങളിലൂടെ ഒരു മാസ്റ്റർ മ്യൂസീഷ്യനാണ്. അപ്പൊ ചേട്ടൻ ഇത്രയും കാലം എത്രയോ പെർഫോമൻസസ് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു. സ്പെഷ്യലാണ്, രക്ഷയില്ല. വെരി സ്പെഷ്യൽ. ഇവിടെ നിന്നിട്ടും നിപ്പ് കുറയ്ക്കുന്നില്ല. അങ്ങോട്ട് വരണം. വരട്ടെ, വായോ. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും. ഈ നൈറ്റ് ഹുഡ് ഒക്കെ കൊടുക്കുമ്പോഴല്ലേ ഒരു വാള് അതൊക്കെ കൊടുത്തോണ്ടാണ് അല്ലേ? അപ്പൊ ഈ വാള് ഇങ്ങോട്ട് ഇരിക്കട്ടെ. വാളോട് കൂടിയ നമസ്കാരം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. ആ പാട്ടുകാരിൽ വെച്ച് ഒരു എക്സ്ട്രോണറി ആയിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള പാട്ടുകാരനാണ് നമ്മുടെ ശ്യാമാണ് ഗ്രൂം ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും ശ്യാം ഈ സമയത്ത് ഒരു വലിയ സ്നേഹം കേട്ടോ, അതാണ് വലിയൊരു സ്നേഹം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കുഞ്ഞിനെ എത്ര സ്നേഹത്തോടെ വളരെ ശ്രദ്ധയോടെ, ഇത് കഴിഞ്ഞിട്ട് ശ്യാം പറയാണ് എനിക്ക് ഇങ്ങനെ ഗൂസ് ബംസ് വരികയാണെന്ന് പറയുന്നത്. അതാണ് ശരിക്ക് ഒരു ഗുരു എന്ന് പറയുന്നത്. അത് എനിക്ക് ശ്യാമിൽ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ശ്യാം. അപ്പോ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് കൊടുക്കാല്ലേ? അപ്പൊ നമ്മുടെ സ്വന്തം ദിയക്കുട്ടി, നമ്മുടെ സ്വന്തം ദിയക്കുട്ടിക്ക് വാരിക്കോരി 100 മതിയാവുന്നില്ല, എന്നാലും 100 out of 100 ടുഡേ. +5 stars. പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? വിലിവായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസ് ചേട്ടനെ വിളിക്കുന്നു. ഇതിൽ കുറച്ച് ശ്യാമേട്ടനും കൊടുക്കണേ. നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
ഈ ദിവസം എന്ന് പറയുന്നത്. താങ്ക് യു സർ. ആ സംഗീതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ അല്ലേ. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ അൻപാർന്ന വണക്കം. Good night. Bye.